മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് വെറുതെ കഴിഞ്ഞു പോകുന്നതല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചാ അവിടുന്ന് പോകുന്നത്. ഏതാണ്ട് 430 വർഷത്തോളം ഇവർ മിസ്രയീമിൽ അടിമകളായി പാർത്തു. പോകാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ആമേനരെ ഗാഠനിദ്രയൊക്കെ വരുത്തിയപ്പോൾ ദൂത് പറഞ്ഞല്ലോ. ആ ദൂതിന്റെ വെളിച്ചത്തിൽ സ്വന്തമല്ലാത്ത ദേശത്ത് 400 ചില്ലുവാനും വർഷം അടിമകളായി പ്രവാസികളായി പാർത്തു. എന്നിട്ട് ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, 4ാം തലമുറക്കാരെ ഇതിലേ കൊണ്ടുവരും. വായിച്ചേ 15-16 ഉൽപ്പത്തി പുസ്തകം 15-16. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഈ വാഗ്ദത്ത ദൂത് നിറവേറ്റുവാൻ 4ാം തലമുറയിൽപ്പെട്ട മോശെ മുഖാന്തരം ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുക. അപ്പൊ ഈ പുറപ്പെടുവിക്കുവാൻ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ട് മാനസാന്തരം വരുന്നില്ല പറവോൻ പിന്നെയും ഹൃദയം കഠിനമാക്കിയെന്ന എത്ര പറഞ്ഞിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വചനം പറഞ്ഞിട്ട് സുവിശേഷം പറഞ്ഞിട്ട് കേട്ടിട്ട് ഒരു മാനസാന്തരമില്ല. പിന്നെയും ഹൃദയം അങ്ങ് കഠിനമാക്കി. നിങ്ങൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 6 പ്രാവശ്യം പറവോൻ ഹൃദയം കഠിനമാക്കി. 6. അപ്പം ദൈവത്തിന് മനസ്സിലായി ഇവൻ ഗുണമാകുക. അപ്പം 7ാമത് ദൈവം കഠിനമാക്കി. എല്ലാ വാക്യം പഠിപ്പിക്കാൻ നേരം 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ അതുകൊണ്ട് 7ാമത് ദൈവം അവിടെ പുറപ്പാട് 17:8 വായിച്ച് 14:8 പുറപ്പാട് പുസ്തകം 14:8 പെട്ടെന്ന്. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ മതി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ. അപ്പൊ നിങ്ങൾ പുറകോട്ട് പഠിച്ചാൽ എടുക്കുന്നില്ല. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി അവസരം കൊടുത്തു. മാനസാന്തരപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, ദൈവകൃപയിൽ വരുവാൻ, ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ നല്ല അവസരങ്ങൾ 6 പ്രാവശ്യം ദൈവം കൊടുത്തു. അന്നേരം എല്ലാം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. അപ്പോൾ ദൈവം തമ്പുരാന് മനസ്സിലായി ഇനി ഇവൻ ഗുണമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 7ാമത്തെ പ്രാവശ്യം ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. ദൈവം കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല കേട്ടോ. കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. നല്ല അവസരം ദൈവം തരിക. നല്ല അന്തരീക്ഷം, മഴയൊന്നും പെയ്യുന്നില്ല, കസേര വീണ്ടും കൊണ്ടിറക്കി, വീണ്ടും ഇറക്കി, നല്ല അവസരം തരിക. നല്ല വെട്ടവും ഒക്കെ ഉണ്ട്, നല്ല വെട്ടമുണ്ട്, നല്ല അവസരം. ഇതുപോലൊരു അവസരം ഇനി എപ്പോൾ കിട്ടും? അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല ശബ്ദവും ഉണ്ട്. പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ടോ? പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ടോ? ഇല്ലേ? തിരിയാത്ത രീതിയിലാണ് ഇരിക്കുന്നതല്ല. എല്ലാം ധ്യാനിക്കുക. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. ഈ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ 6 പ്രാവശ്യം ദൈവം അവസരം കൊടുത്തു. ഇവൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ 7ാമത് ദൈവം ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് ദൈവം ഒരു പ്രമാണം വെച്ചു. ആമേൻ. സംഹാരബാധ അയക്കാൻ പോകുക. ആദിജാതന്മാർ മാറ്റപ്പെടും. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. പക്ഷേ ഓരോ വീട്ടിലും കയറി സംഹാരകൻ താണ്ഡവ നൃത്തം ചെയ്യും. ആദിജാതനെ, എൻ്റെ ഭാഷയാ, ആദിജാതനെ തട്ടിക്കളയും. പക്ഷേ ആമേൻ, ദൈവം ഒരു പ്രമാണം കൊടുത്തു. ആദിജാതൻ മാറ്റപ്പെടാതിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, നീ പട്ടുപോകാതിരിക്കാൻ ഒരേ ഒരു പ്രമാണം സകലർക്കും. വീടൊന്നിനൊരാട്ടുംകുട്ടി. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പുറപ്പാട് 12-1 മുതൽ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം മുറിക്കാതെ സെന്റൻസ് പൂർത്തീകരിച്ച് വായിക്കുക. ഈ മാസം നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായി. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന്റെ കുടുംബത്തിന് അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടി വേറെ ആരുമല്ല, യേശുക്രിസ്തുവിന്റെ നടല.
കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത ആദമിനെ ഹവ്വായെ തോലുടിപ്പിച്ച് ദൈവം വെളിയിലിറക്കി. ഈ തോല് ഒരാട്ടുംകുട്ടി കൊല്ലപ്പെട്ടത് കൊണ്ടാ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് കാണുന്നു. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളുകളിൽ കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും അവൻ കുഴലറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും രോമൻ കത്രിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്നും ഒക്കെ പറഞ്ഞ് ഈ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തി. അങ്ങനെയെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടുകുട്ടി, വേർതിരിക്കപ്പെട്ട ആട്ടുകുട്ടി നസറായനാകുന്ന യേശുക്രിസ്തുവിന് നിഴലാ. ധന്യനായ പൗലോസ് വളരെ സ്പഷ്ടമായി കൃത്യമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ ഈ ആട്ടുകുട്ടി യേശുക്രിസ്തുവാ. സ്തോത്രം. ഈ ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ? വീടൊന്നിൻ്റെ ആട്ടുകുട്ടി. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആടൊത്തിരി ഉണ്ട്. കോലാടുണ്ട്, ചെമ്മരിയാടുണ്ട്, പിന്നെ എന്തുവാ, പിന്നെ കുഞ്ഞാടുണ്ട്, പിന്നെ തളയാടുണ്ട്, പിന്നെ ഒരയാട് 3-6 ഈടെ വല്ലതും പോയി. പിന്നെ എന്നാ പോയി? കഴിഞ്ഞ കൊല്ലോ? ഉള്ളതാട്ടെ. അപ്പൊ പല ടൈപ്പ് ആടുകളുണ്ട്. സഭയ്ക്കകത്ത് പല ടൈപ്പ് ആടുണ്ട് കേട്ടോ. ഇടിയുണ്ടാക്കുന്ന ആടുണ്ട്. പിന്നെ 2 കുടുംബക്കാരും സെക്രട്ടറിയും ട്രഷറും കമ്മിറ്റിയും ഒക്കെ എല്ലായിടത്തും അല്ല, ചിലയിടത്തും ഇടിയുണ്ടാക്കും. തീറ്റ തിന്നാത്ത ആടുണ്ട്. ഇതിനകത്തുകൊണ്ട് തീറ്റ എന്ത് ചെയ്താൽ വേദപുസ്തകം വായിക്കുകയില്ല. തീറ്റ തിന്നുക. വെള്ളം കുടിക്കാത്ത ആടുണ്ട്. എല്ലാവരും ആത്മാവിലാകുമ്പോൾ ഇത് കുടിക്കരുത്, നോക്കിയിരിക്കും ആരൊക്കെയാ കുടിക്കുന്നത്. വെള്ളം കുടിക്കാത്ത ആട്, തീറ്റ തിന്നാത്ത ആട്, ഇടിയുണ്ടാക്കുന്ന ആട്. ദാനിയേൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കോലാട് വന്ന് നോക്കി നിൽക്കും. അങ്ങ് സഭയ്ക്ക് അകത്ത് പ്രശ്നം ഉണ്ട്. പല ടൈപ്പാണ്. ഒന്നും വിവരിക്കുന്നത്. വേറെ ആടുണ്ട് കറക്കാൻ സമ്മതിക്കുകയല്ല. കൺവെൻഷനും കാത്തിരിപ്പ് ഉണർവ് യോഗവും ഒക്കെ ഇഷ്ടം. പക്ഷെ ദശാംശവും തോത്രകാഴ്ച പറയുമ്പോൾ കാലും കഴിവില്ല ഇട്ട നേരെ നിന്നാലല്ലയോ കറക്കാൻ അനുവദിക്കുക. പല ടൈപ്പ് ആടാ. വേറെ ഒരു തരം ആടുണ്ട് തന്നെ കുടിക്കുന്നത്. അത് തന്നെ കറക്കുക, അത് തന്നെ. ഈയിടെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ കൃത്യം ദശാംശം കൊടുക്കുന്ന ആളാണ്. അപ്പം ചോദിച്ചു, ആർക്കാ കൊടുക്കുന്നത്? പുള്ളിയുടെ ആങ്ങളയ്ക്ക് തന്നെ കൊടുക്കുന്നത്. കറക്റ്റ് അല്ലേ? കൃത്യം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കറക്കുക, അവർ തന്നെ. പല ടൈപ്പ് ആടാ. എന്നാൽ ഈ ആട് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ നിഴലാ. അപ്പൊ കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ ആട്ടുകുട്ടിയുടെ യോഗ്യത? വായിച്ചേ പുറപ്പാട് 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അപ്പൊ ചെമ്മരിയാടോ കോലാടോ ആകാം. തള്ളയാടിനെ കണ്ടിക്കരുതെന്നായി പറഞ്ഞത്. ആണായിരിക്കണം. കർത്താവിനെ പറ്റി പറയുന്നിടത്തല്ല ഏകവചനമാ, സ്ത്രീലിംഗമല്ല പുല്ലിംഗോവാ. യെശയ്യാവ് 9:6 പെട്ടെന്ന് വായിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പുല്ലിംഗമാ ആണോ? ഒരു മകനെന്ന്, ഒരു മകൻ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ. അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുത മന്ത്രി. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ദൈവങ്ങളെ നല്ല ദൈവം, പിന്നെ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പുല്ലിംഗമാ ദൈവത്തിന്റെ മഹത്വം.